ഹായ് മക്കളെ, HSCയുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. നിങ്ങളൊക്കെ അടിപൊളിയായി എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ലൈവൊക്കെ കുറേ പേർക്ക് യൂസ്ഫുൾ ആയി എന്നൊക്കെ അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഓക്കെ, അതെന്തായാലും കഴിഞ്ഞു, ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഇനി നമ്മൾ എച്ച് എസ് എസ് ടി എക്സാമിനേഷനിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് HSSTയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, വലിയ സിലബസ് ആണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 10ഓളം മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടിയാകും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇത്രയും വലിയ സിലബസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് റാങ്കിൽ എത്താൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവും അല്ലേ? അതൊരു കാര്യം. അതായത് നമ്മുടെ ഡൗട്ട്സ് ആൻഡ് ഫിയേഴ്സ്, ഇതിനെയാണ് നമ്മൾ പറയുക അല്ലേ? ഡൗട്ട്സ് ആൻഡ് ഫിയേഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സെഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. 2023യുടെ എക്സാം പേപ്പർ നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ആ എക്സാം പേപ്പർ എത്രത്തോളം ഈസി ആയിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് മൈൻഡ് യു, ആദ്യത്തെ റാങ്ക്, ഫസ്റ്റ് റാങ്കിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 43 ആണ്. 100ൽ കിട്ടിയിരിക്കുന്നത് 43 ആണ്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കുട്ടികൾ ഒന്നും കോമ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ? ഇവിടെ BEd ഉള്ളവർക്കാണ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ ബാക്കിയുള്ള MSc ബേസ്ഡ് എക്സാമിന് നോക്കുമ്പോൾ ഇവിടെ HSSTക്ക് എന്താണ് കോമ്പറ്റീഷൻ കുറവാണ്. നിങ്ങളുടെ കമ്പാരിസൺ ആണ് ഞാൻ പറയുന്നത്. ജനറൽ ആയിട്ടുള്ള MSc ബേസ്ഡ് എക്സാമിന് നോക്കുമ്പോൾ HSSTക്ക് ആക്ച്വലി കോമ്പറ്റീഷൻ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ കട്ട് ഓഫ് എന്ത് ചെയ്യുന്നത്, കുറച്ചെങ്കിലും താഴുന്നത്. അല്ലെങ്കിൽ ജനറലി കട്ട് ഓഫ് 60 ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ ഇൻ എ സെൻസ് HSSTക്ക് നമ്മുടെ കോമ്പറ്റീഷൻ എന്താണ്, കുറവാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ അതാണ് പറയുന്നത്, കാണിച്ചു തരുന്നത്. 43 ഒക്കെയാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്. ആൻഡ് ഞാൻ ഈ സെഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്, നമുക്കൊരു 10 സെഷൻ ചെയ്യും. ഓരോ സെഷനിലും ഈ ഒരു സെഷനിൽ ഞാൻ സോൾവ് ചെയ്യുന്നത് വെറും 10 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെറും 10 ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ സോൾവ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിറ്റഡ് ആവൂ. അല്ലാതെ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ഇതാണ് ആൻസർ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ 70ൽ 70 സ്കോർ ചെയ്യാൻ പറ്റും, അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാവും. അപ്പോൾ ഈ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു എക്സാം ഡിസ്കഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു സീരീസ് ആയിട്ട് തന്നെ ഇവിടെ ചെയ്യാം. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. അഗെയിൻ നമ്മൾ HSSTയുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ, ലോങ് ടേം ബാച്ച്. കാരണം സിലബസ് വളരെ ഡെപ്തിലുള്ള സിലബസ് ആണ്, വൈഡാണ്. നമുക്ക് ഒരുപാട് സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ HSA 1-2 മാസം കൊണ്ട് പഠിച്ചു പോയതുപോലെ HSST ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ HSST ക്ലിയർ ചെയ്യാൻ പറ്റൂ. നന്നായിട്ട് കൺസെപ്ച്വൽ ലെവൽ വേണം എന്നുള്ളത്. ഓക്കെ, അതായത് ഞാൻ HSAയുടെ കാര്യം പറഞ്ഞപ്പോൾ HSAക്ക് നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ കൊടുത്തിരുന്നു. അതൊക്കെ സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ HSSTക്ക് ആ പരിപാടി നടക്കത്തില്ല. HSSTക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്ര മുന്നേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാം ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇനോർഗാനിക്കിൻ്റെ മൊഡ്യൂൾ 1 ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. സ്റ്റിക്സ് നമ്പറിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ പീരിയോഡിസിറ്റിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, S ബ്ലോക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, P ബ്ലോക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് ചോദ്യം വന്ന D ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ 7 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് ഈ മൊഡ്യൂളിൽ നിന്നാണ്. അതായത് നമ്മുടെ മൊഡ്യൂൾ 1ൽ നിന്നാണ് ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ 7 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആ 7 ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. 40 കട്ട് ഓഫ്, 7 മാർക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, നമുക്ക് നോക്കിക്കോളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്, ദി അയോണിക് കണ്ടക്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ മുതൽ പറഞ്ഞു പോവുകയാണ്. അയോണിക് കണ്ടക്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യമേ ആലോചിക്കേണ്ടതുള്ളൂ, കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, അയോൺസിൻ്റെ മൊബിലിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അയോൺസിൻ്റെ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സഞ്ചരിക്കുന്നത് അല്ലേ, സ്പീഡിൽ, എത്രത്തോളം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അയോൺസിൻ്റെ
മൊബിലിറ്റിയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഇനി വേറൊരു കാര്യം, അയോൺസിൻ്റെ മൊബിലിറ്റിയും സൈസും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. വലിയൊരാൾ, ഇതാ ഇത്ര വലിയൊരാൾ, ഓക്കെ, ഇത്രയുള്ള മെലിഞ്ഞിട്ടുള്ള ഒരാൾ, ഇവരോട് ഞാൻ ഓടാൻ പറയുകയാണ്. ഇവരിൽ ആർക്കായിരിക്കും മൊബിലിറ്റി കൂടുതൽ? ആർക്കായിരിക്കും? യെസ്, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൊബിലിറ്റി കുറവായിരിക്കും അല്ലേ, ഭയങ്കരമായിട്ട് സൈസൊക്കെ ഉള്ളവർക്ക്. യെസ്, അപ്പോൾ നമുക്ക് പറയാം സ്മോൾ സൈസിന് എന്തായിരിക്കും? യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ സൈസ് എന്ന് പറഞ്ഞൂടെ? ഇത്ര കാര്യമുള്ളൂ. അതായത് സൈസ് സ്മോൾ ആണെങ്കിൽ മൊബിലിറ്റി എന്തായിരിക്കും? മൊബിലിറ്റി ഗ്രേറ്റർ ആയിരിക്കും. പറഞ്ഞൂടെ, സൈസ് സ്മോള്, അങ്ങനെയാണെങ്കിൽ മൊബിലിറ്റി എന്താ? ഗ്രേറ്റർ. മൊബിലിറ്റി ഗ്രേറ്റർ ആണെങ്കിൽ കണ്ടക്റ്റൻസ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൈസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? യെസ്, അപ്പോൾ Li+ ഉണ്ട്, പിന്നെ ആരുണ്ട് നോക്കിയോ, ഇവിടെ ആരൊക്കെയാണ് തന്നിരിക്കുന്നത്? Li, Na. യെസ്, Na+ ഉണ്ട്, അതേപോലെ പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം പ്ലസ്, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഓൾ ആർ വോട്ട്? ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ഇവരുടെ സൈസിൻ്റെ ഓർഡർ ഏതാ? യെസ്, സൈസിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇവരുടെ സൈസിൻ്റെ ഓർഡർ. ആൻഡ് അഗെയിൻ, പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സൈസ് എന്ന് പറയുന്നത് ആരുടേതാണ്? ഗ്യാഷ്യസ് ഫേസ് ആണ് അല്ലേ? ഗ്യാഷ്യസ് ഫേസ് ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അയോണിക് കണ്ടക്റ്റൻസ് ആണ്, അതായത് അക്വസ് ഫേസ് ആയിരിക്കണം. ആൻഡ് അഗെയിൻ നിങ്ങൾ അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹൈഡ്രേഷൻ, ആർക്കാണ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതൽ നടക്കുക? സ്മോളർ സൈസ്ഡ് അയോൺസിന്. സ്മോളർ സൈസ്ഡ് ആയിട്ടുള്ള അയോൺസിന് ഹൈഡ്രേഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. Li+ൻ്റെ സൈസ് ചെറുതാണ്. നോക്കിക്കോളെ, Li+ൻ്റെ സൈസ് എന്താ? ചെറുത്. അപ്പോൾ ഇവിടെ എന്ത് നടക്കും? ഇതാ ഈ വാട്ടർ ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, യെസ്, വാട്ടർ ഇങ്ങനെ നല്ല രീതിയിൽ. എന്തുകൊണ്ടാണ്? സ്മോളർ സൈസ്ഡ് അയോൺസിന് ഹൈഡ്രേഷൻ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാ വാട്ടർ ഇങ്ങനെ ഇവരെ സറൗണ്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവരുടെ സൈസ് എന്തായി? കൂടി. ആദ്യം ഗ്യാഷ്യസ് ഫേസിലാകുമ്പോൾ ഇവരുടെ സൈസ് എന്താ? കുറവ്. അതേസമയം സീഷ്യം വലുതാണ്. ഇവിടെ എന്ത് നടക്കത്തില്ല? ഇവിടെ ഹൈഡ്രേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഹൈഡ്രേഷൻ എന്താ? കുറവാ. അപ്പോൾ ആക്ച്വലി അക്വസ് ഫേസ് വരുമ്പോൾ ഇവരുടെ സൈസിൻ്റെ ഓർഡർ എന്താവും? നേരെ ഓപ്പോസിറ്റ് ആവും. നോക്കിക്കോളെ, ഗ്യാഷ്യസ് ഫേസിൽ ഇങ്ങനെയാകുമ്പോൾ അക്വസ് ഫേസ് എന്ന് പറയുന്നത് Li+ അക്വസ് ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? യെസ്, ഇങ്ങനെ വരും മക്കളെ. Na+, പിന്നെ ആര് വരും? Rb, യെസ്, സോറി, പൊട്ടാഷ്യം വരും അല്ലേ? യെസ്, ദാറ്റ് ഇസ് പൊട്ടാഷ്യം. പിന്നെ എന്ത് വരും? Rb+, ദെൻ വോട്ട്? സീഷ്യം പ്ലസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവിടെ മെൻഷൻ ചെയ്യണം? ദിസ് ഇസ് വോട്ട്? അക്വസ് ഫേസ് ആണ്. ദിസ് ഇസ് നോട്ട് ഗ്യാഷ്യസ് ഫേസ്. അയോണിക് കണ്ടക്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് അക്വസ് ആണ്, അതറിയണം. അപ്പോൾ ഇവിടെ സൈസ് ആർക്കാ കൂടുതൽ? ലിഥിയത്തിന് സൈസ് കൂടുതലാണെങ്കിൽ കണ്ടക്റ്റൻസ്, മൊബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടക്റ്റൻസും എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? നമ്മുടെ ആൻസർ യെസ്, ഓപ്ഷൻ ബി ആണ് വരിക. ഒരുപാട് കുട്ടികൾ സൈസിൻ്റെ ഒരു കാര്യം വെച്ചിട്ട് Li+ എന്താണ്? സൈസ് ചെറുതാണ്, അങ്ങനെയാണെങ്കിൽ കണ്ടക്റ്റൻസ് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്? വിച്ച് ഇസ് റോങ് ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഒരു മാർക്ക് കിട്ടി, ഒരു പ്രശ്നമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എസ് ബ്ലോക്കിൽ നിന്നാണല്ലേ? യെസ്, നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോൺ പെയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇവരുടെയൊക്കെ ജോമെട്രി ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കെമിക്കൽ ബോണ്ടിങ്, ഇവരുടെ ഷേപ്പ്, ജോമെട്രി, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അറിയത്തില്ലെങ്കിൽ നമ്മുടെ അറ്റോമിയ ക്ലാസ്സസിൻ്റെ പേജിലുണ്ട്, യൂട്യൂബ് പേജിലുണ്ട്, എങ്ങനെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. XeF2 ഇത് ഞാൻ പഠിപ്പിച്ചത്, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതാണ് നമ്മുടെ XeF2. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഫ്ലൂറിൻ എന്താണ്? സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. നമ്മുടെ സിനോണിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 8 വാലൻസ് ഇലക്ട്രോൺ അല്ലേ? ഇവിടെ 1, 2 ഇലക്ട്രോൺ ഓൾറെഡി യൂട്ടിലൈസ് ചെയ്തു. ബാക്കി എത്ര ലോൺ പെയേഴ്സ് ഉണ്ടാവും? ഓക്കെ, 1, 2, 3. ഓക്കെ, ഞാനിത് എക്സാക്റ്റ് ഷേപ്പ് ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് വരച്ചു പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ലോൺ പെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുമ്മാ ഞാൻ വരച്ചു പോവുകയാണ്. ഓക്കെ, ഇനി XeF4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ Xe
F4. യെസ്, ഇവിടെ എത്രയായിരിക്കും? ദാ ഇങ്ങനെ സ്ക്വയർ പ്ലാനർ ഷേപ്പൊക്കെ ആയിരിക്കും. ഷേപ്പൊക്കെ വിട്ടേക്കും, അതൊന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, XeF2 അതേപോലെ എന്താണ്? ലീനിയർ ആണ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് ബൈ ഹാൻഡ് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. നിങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ XeF2-ൽ 3 ആൻഡ് XeF4-ൽ എത്രയാ? 2. അപ്പോൾ തന്നെ നമ്മുടെ ആൻസറായി. എന്നാലും നമുക്ക് XeF6 ഒന്ന് നോക്കി നോക്കാം. XeF6 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതാ XeF6 അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സ്ട്രക്ചറൊക്കെ ആക്ച്വലി വരയ്ക്കണോ? വേണ്ട. എന്തുകൊണ്ടാ? എക്സിക്ക് എത്ര വാലൻസ് ഇലക്ട്രോണാണ്? 8 വാലൻസ് ഇലക്ട്രോണ്. 6 സിഗ്മ ബോണ്ട് ഫ്ലൂറിനുമായിട്ട് ഫോം ചെയ്യും. ബാക്കി എത്ര ഇലക്ട്രോണാണ്? യെസ്, 2 ഇലക്ട്രോൺ. അതൊരു ലോൺ പെയർ ആയിരിക്കത്തില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഒരു ലോൺ പെയർ. ഇനി XeO4 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? XeO4 നോക്കിക്കോ. XeO4 ഓക്സിജനുമായിട്ട് എപ്പോഴും എന്തായിരിക്കും? ഡബിൾ ബോണ്ടഡ് ആയിരിക്കും. യെസ്, ഇതാ ഇത്രയേ ഉള്ളൂ അല്ലേ? എല്ലാ ഇലക്ട്രോണും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. 8 വാലൻസ് ഇലക്ട്രോണും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലോൺ പെയർ എത്രയായിരിക്കും? 0. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഓപ്ഷൻ എ. രണ്ടാമത്തെ മാർക്ക് നമുക്ക് കിട്ടി. നോക്കൂ, അടുത്തത് മൂന്നാമത്തത്. അഗെയിൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. സ്റ്റിക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ സ്റ്റിക്സ് നമ്പറിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കണം. അതായത് ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിക്സ് നമ്പറിൻ്റെ ഒരു കാര്യം നമുക്ക് സംസാരിക്കാം. ഞാൻ ബേസിക്കലി വാട്ട് ഈസ് ആക്ച്വലി സ്റ്റിക്സ് നമ്പർ എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതാം. എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ്, നോക്കണേ എന്താ പറയുന്നത്? എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് BHB ബോണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇനി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് BBB ബോണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതായത് ഇത്രയാണ് മക്കളെ BB ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതാ BBB ബോണ്ട്. ഇനി വാട്ട് ഈസ് വൈ? വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് BB ബോണ്ടാണ്. നമ്പർ ഓഫ് BB ബോണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ എന്തുണ്ടാവും? ബോണ്ട്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് BH2 യൂണിറ്റ് ആണ്. നമ്പർ ഓഫ് BH2 യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? നോക്കാം, ഞാൻ പറയാം. അതായത് നമുക്ക് ഡൈബോറൈൻ്റെ കേസ് ഒന്ന് എടുക്കാം. B2H6. B2H6നെ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കാറ്? ഇതാണ് B2H6. ഓക്കെ, ദിസ് ഈസ് യുവർ B2H6. ഡൈബോറൈൻ സ്ട്രക്ചറൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്സ് നമ്പർ ഞാൻ പറയാണ്. നോക്കിക്കോളൂ. എസ് എന്താ പറഞ്ഞേ? നമ്പർ ഓഫ് BHB ബോണ്ട്. എത്ര BHB ബോണ്ട് കാണുന്നുണ്ട് മക്കളെ? 1, 2. ക്ലിയർ ആണല്ലോ? 2. ടി എന്താ? ടി പറഞ്ഞേ. നമ്പർ ഓഫ് BBB ബോണ്ട്. അങ്ങനെ ഉണ്ടോ? BBB ബോണ്ട് ഉണ്ടോ? ഇല്ല, 0. വൈ എന്താ? നമ്പർ ഓഫ് BB ബോണ്ട് ഉണ്ടോ? ഇല്ല, 0 അല്ലേ? അപ്പോൾ ഇതൊക്കെ 0 കിട്ടി. ഇനി അടുത്ത എന്താ? എക്സ് എന്താ? നമ്പർ ഓഫ് BH2 യൂണിറ്റ്. എത്ര BH2 യൂണിറ്റ് ഉണ്ട്? 2 BH2 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റിക്സ് നമ്പർ എത്ര കിട്ടി? 2002 കിട്ടിയല്ലോ. സിമ്പിളാണോ? സിമ്പിളാണ്. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നോക്കൂ. BH ഇങ്ങനെ, H ആൻഡ് സംതിങ് ലൈക്ക് ദിസ്. ഒരു സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ, സോറി ഫോർ ദിസ്, ഇങ്ങനെ BH എന്നുള്ള രീതിയിൽ സ്ട്രക്ചർ തന്നിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് സ്റ്റിക്സ് നമ്പർ പറയൂ എന്ന് നിങ്ങളോട് പറയുകയാണ്. അങ്ങനെയാകുമ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണ്? പറഞ്ഞോ. എന്താണ്? BHB ബോണ്ടാണല്ലേ? എത്രയാണ്? യെസ്, 4 BHB ബോണ്ട് ഉണ്ട്. സോ ഐ കുഡ് റൈറ്റ് വോട്ട്? യെസ്, 4. ടിയുടെ വാല്യൂ എന്തായിരിക്കും? എന്താണ് ടി? ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BBB ബോണ്ടാണ് അല്ലേ? എന്താണ്? BBB ബോണ്ട് ഉണ്ടോ? ഇല്ല, 0. വൈ? BB ബോണ്ടാണ്. BB ബോണ്ട് ഉണ്ടോ? ഇല്ല, എഗെയിൻ എന്താണ്? 0. എക്സ് എന്താണ്? നമ്പർ ഓഫ് BH2 യൂണിറ്റ് ആണ്. BH2 യൂണിറ്റ് ഉണ്ടോ മക്കളെ? ഇല്ല, ഇവിടെ എന്തേ ഉള്ളൂ? BH യൂണിറ്റേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി? 0 ആയി. അപ്പോൾ സ്റ്റിക്സ് നമ്പർ നിങ്ങൾക്ക് എഴുതാം 4000 എന്ന് സ്റ്റിക്സ് നമ്പർ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം, പക്ഷെ നമ്മുടെ ചോദ്യം നോക്കിയേ, B4H10 ആണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, സാർ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ എനിക്കറിയത്തില്ലല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും?
അപ്പോൾ നമുക്ക് വേറൊരു കാര്യമുണ്ട്. സ്ട്രക്ചർ നമുക്ക് അറിയത്തില്ലെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് നോക്കിക്കോളെ. എന്താ പറയുന്നത്? സ്ട്രക്ചർ നമുക്ക് അറിയാൻ പറ്റത്തില്ല. B4H10 സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയോ? ഇല്ല. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം? B2H6 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതുക. BHA HB എന്നുള്ള രീതിയിൽ എഴുതുക. ഇങ്ങനെ എഴുതുക. അപ്പോൾ ഈ എയുടെ വാല്യൂ എന്തായിരിക്കും? നോക്കി, എയുടെ വാല്യൂ ഇത് 2 ആണല്ലേ. 2 ബോറോൺ വരണമെങ്കിൽ ഓഫ് കോഴ്സ് എയുടെ വാല്യൂ എന്തായിരിക്കണം? 2 ആയിരിക്കണം. ആൻഡ് ബിയുടെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? ഇവിടെ 2 ഹൈഡ്രജൻ, ബാക്കി 4. ഓക്കെ, എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കിക്കോളെ മക്കളെ, B/2 ടു ബി ആയിരിക്കും. ഓക്കെ, അതേപോലെ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് A-S ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് B-S ആയിരിക്കും. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ S-X/2 ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ B2H6 എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതുക? ഇതാ, എനിക്ക് എങ്ങനെ എഴുതാം? BH2H4 എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഓക്കെ, എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 4. അപ്പോൾ നോക്കിക്കോളെ, ഇതാ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കി, B/2 മുതൽ ബി വരെയാണ്. ബി എത്രയാ? 4. അപ്പോൾ B/2 2, 3, 4. അപ്പോൾ 3 സെറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, B/2 ടു ബി. B4 ആണ്. B/2 2, 3, 4. ഇനി ടി നോക്കിയേ, A-S. എ എത്രയാ? 2. 2 - 2, എസ് 2 ആണല്ലേ. 2 - 2 എത്രയാ? 0. 2 - 3 എത്രയാ? -1. 2 - 4 എത്രയാ? -2. ക്ലിയർ ആണല്ലോ? പറയുന്നത് ക്ലിയർ ആണല്ലോ? ഇനി ഒറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. മൈനസ് വരികയാണെങ്കിൽ മക്കളെ ഈ പരിപാടിയൊന്നും വരത്തില്ല. സംഭവം കഴിഞ്ഞു. സ്റ്റിക്സ് നമ്പറിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉണ്ടാകും, നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂ, എക്സ് എന്താണ് നോക്കിക്കോളൂ. എക്സ് ഇസ് ഈക്വൽ ടു B-S ആണല്ലേ. B-S. ബി എത്രയാ? 4. ഇവിടെ നോക്കൂ, 4 - 2 2, 4 - 3 1. ഓക്കെ, 4 - 4 0. ആൻഡ് വൈ എന്തായിരിക്കും? S-X/2. S 2 ആണ്. 2/2 എന്തായിരിക്കും? 0. ഇനി അതേപോലെ ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇവിടെ എത്രയാ? 3 S-X എത്രയാ? 3 - 1 2, 2/2 1. 4 - 0 4/2 എത്രയാ? 2. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്സ് നമ്പർ എത്രയാണ് കിട്ടുന്നത്? നമ്മുടെ സ്റ്റിക്സ് നമ്പർ കിട്ടുന്നത് ഇതാ 2002. ഞാൻ സ്ട്രക്ചർ വരച്ചിട്ടും അത് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ. ഡൈബോറൈൻ്റെ സ്ട്രക്ചർ എത്രയാണ്? 2002. ഇനി ഇതേ കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. B4H10 അത് തന്നെ അല്ലേ ക്വസ്റ്റ്യൻ? ഒന്ന് നോക്കി നോക്കാം. B4H10 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, B4H10. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് എങ്ങനെ എഴുതാം? BH4 അല്ലേ. അപ്പോൾ എന്തായിരിക്കും? H6 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ എന്താ? 6. അപ്പോൾ എസ് വാല്യൂ എന്താണ്? എസ് വാല്യൂ എഴുതിക്കോ. B/2 ടു ബി. അപ്പോൾ എന്തായിരിക്കും? 3. 6/2 എത്രയാ? 3. 3, 4, 5 ആൻഡ് ദെൻ 6. അതായത് 4 സെറ്റ് ഉണ്ട് അല്ലേ. ഇനി ടിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ടിയുടെ വാല്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ടിയുടെ വാല്യൂ എന്തായിരുന്നു? A-S ആയിരുന്നു. എ എത്രയാ? 4. 4 - 3 എത്രയാ? 1, 0. ഓക്കെ, ഇനി 4 - 5 -1 -2. ഈ രണ്ടാളെയും ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വൈ കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്തായിരുന്നു? നോക്കിയേ, B-S. അപ്പോൾ B-S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 - 3 എത്രയാ? 3. ഇവിടെ 2. ഓക്കെ, ഇനി വൈ എന്താണ്? S-X/2. 3/2 0. 4 - 2/2 എത്രയാണ്? 1. അപ്പോൾ 2 വാല്യൂസ് പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ ഏത് സെറ്റ് എടുക്കും? മക്കളെ? എസ് വലുതായിട്ടുള്ള സെറ്റ് നമ്മൾ എടുക്കും. ആൻഡ് ദി ആൻസർ ബിക്കംസ് വാട്ട്? 4012. എസ് വലുതായിട്ടുള്ള സെറ്റ് നമ്മൾ എടുക്കും. എത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ. കാര്യങ്ങൾ പഠിച്ച് ഷോർട്ട് കട്ട് വഴി പഠിച്ചാൽ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അല്ലേ. യെസ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ബേസിക്സ് മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ഇതിന് വേണ്ടി മാത്രം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ബേസിക്സ് മുതൽ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യവും കിട്ടി.
നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. 3 ചോദ്യം നമ്മൾ ചെയ്തു. നാലാമത്തത്, ഇൻ ദ സ്ട്രക്ചർ ഓഫ് S4N4 all the SN distance are found to be equal. This is due to extensive delocalization. അപ്പോൾ എന്താ മക്കളെ ഈ S4N4 എന്നൊക്കെ പറഞ്ഞ മക്കളെ സൾഫാസീൻസ് ആണ് കേട്ടോ. സൾഫാസീൻസ് ആണ് നിങ്ങളുടെ ഈ ടോപ്പിക്കിൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. സൾഫാസിൻസ്, സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് എന്നൊക്കെ, ഇതാ ഫോസ്ഫറസ് നൈട്രജൻ കോമ്പൗണ്ട്, അതേപോലെ ഇതാ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും, ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്, അപ്പോൾ ആ ചോദ്യമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സൾഫാസീൻസിനെ പറ്റിയിട്ട്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഈ സൾഫാസീൻസ് എന്ന് പറയുമ്പോൾ? S4N4 വരും, S2N2 വരും, SNX വരും. ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി സൾഫാസീൻസിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും? S4N4ൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരൂടാ. അതായത് ഈ 4 നൈട്രജനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓൾറൈറ്റ്, എന്നിട്ട് നോക്കിക്കോളെ, ഇത് ഇങ്ങനെ ഈ സൾഫറും ഈ നൈട്രജനും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. അതേപോലെ ഇവിടെയും ഇവിടെയും ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഇങ്ങനെ സൾഫർ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, 1 2 3 4 ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരച്ചു തരാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ S4N4ൻ്റെ സ്ട്രക്ചർ. ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടടാ. ഈ സൾഫറും തമ്മിൽ എന്തുണ്ടാവും? ഇൻറ്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇൻറ്ററാക്ഷൻ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 2.58 ആങ്സ്ട്രോം ആണ്. ആൻഡ് ഓൾ സൾഫർ നൈട്രജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 1.62 ആങ്സ്ട്രോം ആണ്. ഇതൊക്കെ ചോദിക്കാം. എല്ലാ സൾഫർ നൈട്രജൻ ബോണ്ടും എന്താണ്? ബോണ്ട് ലെങ്ത് സെയിം ആണ്. ഈവൻ ഇതിൻ്റെ ബോണ്ട് ലെങ്ത് വരെ ചോദിച്ചേക്കാം. ഇതിൻ്റെ ബോണ്ട് ലെങ്ത് കൂടുതലാണ്, 2.58 ആങ്സ്ട്രോം. അപ്പോൾ ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സിലബസിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് ഡെപ്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സെയിം ആവുന്നത്? ഡീലോക്കലൈസേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരൊക്കെയുള്ളത്? നൈട്രജനും ഉണ്ട്, സൾഫറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? p ഓർബിറ്റൽ. നൈട്രജൻ ഓഫ് കോഴ്സ് എന്തായിരിക്കും? p ഓർബിറ്റലല്ലേ ഉള്ളൂ. നൈട്രജന് d ഓർബിറ്റൽ ഉണ്ടോ? ഇല്ല, p അല്ലേ. ഇവിടെ എന്തായിരിക്കും? സൾഫറിൻ്റെ വെയ്ക്കൻ്റ് d ഓർബിറ്റൽ അല്ലേ. അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലേ, സ്ട്രക്ചർ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും p ഓർബിറ്റൽ ഓഫ് നൈട്രജനും d ഓർബിറ്റൽ ഓഫ് എസും ആയിരിക്കും അല്ലേ. നമ്മളൊക്കെ പല കോമ്പൗണ്ടിലും കണ്ടതാണ് സൾഫറിൻ്റെ വരുമ്പോൾ അല്ലേ. അപ്പോൾ എന്തായിരിക്കും? p ഓർബിറ്റൽ ഓഫ് നൈട്രജനും d ഓർബിറ്റൽ ഓഫ് സൾഫറും. സിമ്പിളായിട്ട് നമുക്ക് യെസ് 4th ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി നോക്കിക്കോ, 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് കോംപ്ലക്സസ് എക്സിബിറ്റ് ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. ജോൺ ടെല്ലാർ ഡിസ്റ്റോഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ ചെയ്ത വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ഏതൊക്കെ? ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ യെസ് T2G ആയിട്ടും EG ആയിട്ടും എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഇനി ഇവിടെ അൺസിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ, അൺസിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ് ആണെങ്കിൽ ഇവിടെ എന്ത് നടക്കും? യെസ്, ഇവിടെ നടക്കുന്നത് എന്തായിരിക്കും? ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, Ni2+, Ni എന്ന് പറഞ്ഞാൽ എത്രയാ? 28. Ni2+ എന്ന് പറയുമ്പോഴോ, Ni എന്ന് പറയും 4s2 3d8. ഓക്കെ, വാട്ടർ വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. അപ്പോൾ എന്തായിരിക്കും ഇത്? യെസ്, Ni2+ എന്ന് പറയുന്നത് 3d8 ആണ്. 3d8 എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക? 1 2 3 4 5 6 7 and 8. സിമെട്രിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. EGയിൽ 1 1 ആണ്, T2Gയിൽ എല്ലാത്തിലും എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. Zn2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നാലോചിച്ച് നോക്കിയേ, Zn2+ എന്താ? 3d10 ആണ്. അപ്പോൾ എന്തായിരിക്കും? സിമെട്രിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. ഇനി ഇവിടെ നോക്കിയേ, അടുത്തത് എന്താ? Mn2+ ആണ് അല്ലേ. Mn2+ എന്ന് പറയുമ്പോൾ എന്താ? D5 കോൺഫിഗറേഷൻ. D5 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? D5 നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫ്ലൂറിനാണ്, ഓഫ് കോഴ്സ് എന്തായിരിക്കും? വീക്ക് ഫീൽഡ് ലിഗാൻഡ്. സിമെട്രിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. അതേസമയം Cu2+ എന്ന് പറയുമ്പോൾ എന്തായി? യെസ്, നോക്കിക്കോളൂ, Cu2+ എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കംസ് വോട്ട്? 3d9 കോൺഫിഗറേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3d9 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, ഇങ്ങനെയായിരിക്കും.
ഇവിടെ എന്തായി? ഇ.ജി ഓർബിറ്റൽ അൺസിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഡീജനറേറ്റ് ഓർബിറ്റൽ. അപ്പോൾ ഇവരെന്ത് കാണിക്കുവാടാ? യെസ്, ജോൺടെല്ല ഡിസ്റ്റോഷൻ കാണിക്കും. ഓ സോറി, ദിസ് ഇസ് സി ആർ ആക്ച്വലി. സോറി, Cu2+ കാണിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? സി ആർ ആണ്. സി ആറിൻ്റെ കേസ് നോക്കാം, വലിയ വിഷയമൊന്നുമില്ല. സി ആറിനെയും നമുക്ക് കണ്ടുപിടിക്കാം. Cu2+ എന്തായാലും കാണിക്കും. ഓക്കെ, സി ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കുന്നു? സി ആർ എന്ന് പറയുമ്പോൾ യെസ് 4s2 3d4 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ എന്താണ്? Cr2+. അപ്പോൾ ഇതെന്താ? യെസ് 3d4 ആണ്. 3d4. 4 എങ്ങനെ നമ്മൾ ചെയ്യുക? 1 2 3 ആൻഡ് ദെൻ വോട്ട് 4. ഓക്കെ, അൺസിമെട്രിക്കൽ അറേഞ്ച്മെന്റ് അഗെയിൻ വന്നു. ഇ.ജി ഓർബിറ്റലിൽ അൺസിമെട്രിക്കൽ അറേഞ്ച്മെന്റ്, സ്ട്രോങ് ജോൺടെല്ല ഡിസ്റ്റോഷൻ കാണിക്കും. ഓപ്ഷൻ ഡി. ഇവിടെ കോപ്പർ ആയാലും ക്രോമിയം ആയാലും എന്താണ്? ഫെയിൽ. ഓക്കെ, നമ്പർ 5. Now, question number 6. Which of the following is the correct order of equation of the complex? കോർഡിനേഷൻ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മൊഡ്യൂൾ 1 നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊഡ്യൂൾ 1 വരികയാണെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോർഡിനേഷനുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ലെബലിറ്റിയെ പറ്റിയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ഓർഡർ ഓഫ് അക്വേഷൻ. എന്താ ഈ അക്വേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ലിഗാൻഡ് ഉള്ളത് ഇതിനെ ആരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വാട്ടറിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പറയുക അക്വേഷൻ ഓഫ് കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്? എന്താ? ഒന്നാമത് ആദ്യത്തത് ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ 2+ ആണ്, അപ്പോൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ, ആരെയാ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചീലേറ്റിംഗ് ലിഗാൻഡിനെ ഇപ്പോൾ EN ഒക്കെ വന്നു കഴിഞ്ഞാൽ മെറ്റലുമായിട്ട് എന്തുണ്ടാവും? ഇങ്ങനെ ഒരു ചീലേഷൻ ഉണ്ടാവും അല്ലേ? ഒരു റിങ് ഫോം ചെയ്യും, സ്റ്റെബിലിറ്റി ഉണ്ടാകും. അപ്പോൾ അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഒരാളെ ഇങ്ങനെ നീരാളിപ്പിടുത്തമൊക്കെ പിടിച്ചിരിക്കുന്ന ഒരാളെ പൊട്ടിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അവരും പക്ഷേ ആരെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും? മോണോഡെൻറ്റേറ്റ് ലിഗാൻഡിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, എവിടെയാണ് മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് കൂടുതലുള്ളത്? ദാ ഇവിടെ 6 ഉണ്ട് അല്ലേ മോണോഡെൻറ്റേറ്റ്. യെസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്ക് തന്നെയാണ്? ദാ ഇവിടെ തന്നെയാണ്. ഇതിന് ശേഷം ഇവിടെയൊക്കെ നോക്കി എത്തിലീൻ ഡയമൈനൊക്കെ ഉണ്ട്. ഇവിടെ ഡൈനൊക്കെയാണ്, എത്തിലീൻ ഡയമൈനും ഡൈനൊക്കെയാണ്. അപ്പോൾ എഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താവും? ഡിഫിക്കൽട്ട് ആകും. ടെട്രൈനൊക്കെയാണ്, ടെട്രൈനൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ എഗെയിൻ ഡിഫിക്കൽട്ട് ആകും. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വോട്ട് എ. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് ക്യാൻ ബി ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വാട്ടർ. ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? 6 ക്വസ്റ്റ്യൻ ആയി. 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ന്യൂക്ലിയ ഈസ് ഫിസൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നോക്കളെ, ന്യൂക്ലിയർ ഫിഷനുമായി റിലേറ്റഡ്. എന്താണ് ഈ ന്യൂക്ലിയർ ഫിഷൻ? വലിയൊരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? വലിയൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ പോയിട്ട് ആര് ഹിറ്റ് ചെയ്യുന്നു? ന്യൂട്രോൺ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയസ് എന്തായി? സ്മോളർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റായി. സ്മോളർ ന്യൂക്ലിയൈ ആയിട്ട് സ്പ്ലിറ്റായി. ഓക്കെ, ഒരു ബിഗ് ന്യൂക്ലിയൈ എന്താകുന്നു? സ്മോളർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് ന്യൂക്ലിയൈ ആണ് ഫിസൈൽ ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫിസൈൽ. അപ്പോൾ 2 കോൺസെപ്റ്റ് ഉണ്ടടാ, ഫിസൈൽ ന്യൂക്ലിയയും ഫെർട്ടൈൽ ന്യൂക്ലിയയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ അറിയണം. ഓക്കെ, ഇതിലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും ഞാൻ ആദ്യം കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഈസി ആയിട്ടുള്ള സംഭവം പറയാം. ഈ ഫിസൈൽ ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ നോക്കിക്കോളെ, വാട്ട് യു മീൻ ബൈ ഫിസൈൽ? അതായത് നമ്മുടെ ന്യൂക്ലിയസ്, നമ്മുടെ ഒരു ബിഗ് ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യണം? ന്യൂട്രോണിന്, ഈ ന്യൂട്രോൺ എന്തായിരിക്കണം? സ്ലോ മൂവിങ് ന്യൂട്രോൺ. ഇങ്ങനെയൊക്കെ ചോദിക്കാം. എന്ത് ന്യൂട്രോണിനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? സ്ലോ മൂവിങ് ന്യൂട്രോൺസ്, അല്ലെങ്കിൽ തേർമൽ ന്യൂട്രോൺസിനെ, ഇവരെ അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കുന്നു, തേർമൽ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂഷൻ നടക്കുന്നത് എങ്കിൽ ഇതിനെന്ത് വിളിക്കും നമ്മൾ? ഫിസൈൽ ന്യൂക്ലിയൈ എന്ന് വിളിക്കും. വോട്ട് യു കോൾ ഇസ് ഫിസൈൽ ന്യൂക്ലിയൈ. ഇനി ഇവരെങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ, കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്നറിയോ? അതായത് സെഡ്, പ്രോട്ടോൺ എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. ന്യൂട്രോൺ എന്താണ്? ഓഡായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ഫിസൈൽ ന്യൂക്ലിയൈ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇതെന്താണ്? ഇതാ
92 238. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അറ്റോമിക് നമ്പർ എല്ലാം 92 തന്നെയാണ്. അപ്പോൾ ന്യൂട്രോൺ ഓഡ് കിട്ടണമെങ്കിൽ മാസ് നമ്പർ എന്തായിരിക്കണം? ഓഡായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഒറ്റന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് 92 235. ഓപ്ഷൻ ബി എന്നുള്ളത് കൂളായിട്ട് നമുക്ക് എഴുതി പോകാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം, ഫിസൈൽ ന്യൂക്ലിയെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ഫെർട്ടൈൽ ന്യൂക്ലിയൈ? ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഫെർട്ടൈൽ ന്യൂക്ലിയൈ അല്ലേ? യെസ് എന്ന് പറഞ്ഞ മക്കളെ, കനോട്ട് അണ്ടർഗോ വോട്ട്? കനോട്ട് അണ്ടർഗോ ഫിഷൻ ഡയറക്ട്ലി. പക്ഷേ ഇവരെന്ത് ചെയ്യും? യെസ് ഇറ്റ് ക്യാൻ, ഈ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ന്യൂട്രോൺ ആൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു വോട്ട്? യെസ്, ഒരു ഫിസൈൽ ആയിട്ടുള്ള ന്യൂക്ലിയൈ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവരെ തിരിച്ചറിയാൻ എങ്ങനെയാ? യെസ്, സെഡ് ഈവൺ ആയിരിക്കണം, അതേപോലെ ന്യൂട്രോണും എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ യുറേനിയം 238 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് യുറേനിയം 92 238 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്തു. നോക്കിയോ, സെഡ് ഈവൺ ആണ്, അതേപോലെ ന്യൂട്രോണും എന്താണ്? ഈവൺ ആണ്. ന്യൂട്രോൺ എത്രയായിരിക്കും? ഓക്കെ, യെസ്, 238 മൈനസ് 92 എത്രയായിരിക്കും? 146. ഈവൺ ആണ്. അതേപോലെ സെഡും ഈവൺ ആണ്. ഇതെന്തായിട്ട് മാറൂടാ? പ്ലൂട്ടോണിയം 239 ആയിട്ട് മാറും. അപ്പോൾ ഇതെന്താണ്? ദിസ് ഇസ് ആക്ച്വലി ഫിസൈലാണ് അല്ലേ? ഫിസൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെഡ് 92 അല്ലേ? സെഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സെഡ് ഈവൺ ആണ്. ന്യൂട്രോൺ എന്തായിരിക്കും? ബിക്കോസ് ഇറ്റ് ഇസ് 239, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ന്യൂട്രോൺ എന്തായിരിക്കും? യെസ്, ഓഡാണ്. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? ഫിസൈലായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. 7 കിട്ടിക്കഴിഞ്ഞു. ഇനി നോക്കാം നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ലാന്തനൈഡ് കോൺട്രാക്ഷൻ. നിങ്ങൾ HSC എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നവരാണ്, എനിക്കറിയാം. അപ്പോൾ സിംപ്ലി ഈ ലന്താനം കഴിഞ്ഞിട്ട് ഈ ലുട്ടേഷ്യം വരെയുള്ളത് എന്തായിരിക്കും? യെസ്, ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആയിരിക്കും അല്ലേ? ലാന്തനൈഡ് കോൺട്രാക്ഷൻ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സിർക്കോണിയം, ഹാഫ്നിയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡൗൺ ദ ഗ്രൂപ്പ് വരികയാണ്. ഹാഫ്നിയത്തിൻ്റെ സൈസ് എന്തായിരിക്കണം? സിർക്കോണിയത്തിനേക്കാൾ കൂടുതലായിരിക്കണം. പക്ഷേ ഇവിടെ ഒരു കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ സൈസ് എന്തായിരിക്കും? യെസ്, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. സിർക്കോണിയം, ഹാഫ്നിയം, നിയോബിയം, ടെൻറ്റാലം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ. യെസ്, ആ ഓപ്ഷൻ ഉണ്ടാകും ഇവിടെ. ഓക്കെ, ഓപ്ഷൻ എ ഈസി ആണല്ലോ. 8 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 9ഉം 10ഉം നല്ല രസമുള്ള ഇതാണ്. ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പി. ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ESR അല്ലെങ്കിൽ EPRനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കിക്കോളൂ, എന്താണ്? വാട്ട് ഈസ് ESR ആക്ച്വലി? നോക്കിക്കോളെ, ESR ഈസ് ആക്ച്വലി ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നോക്കിക്കോ, ഇതൊക്കെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഒന്നാമത് നമ്മുടെ ESR അല്ലെങ്കിൽ EPR എന്ന് പറയും. രണ്ടാമത്തത് മോസബെയർ സ്പെക്ട്രോസ്കോപ്പിയാണ് അല്ലേ? മോസബെയർ സ്പെക്ട്രോസ്കോപ്പി. അതിനെപ്പറ്റിയൊക്കെ ചോദ്യങ്ങളുണ്ട്, നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ESR അല്ലെങ്കിൽ EPR എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇലക്ട്രോൺ സ്പിൻ റെസണൻസ്. അല്ലെങ്കിൽ EPR എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? EPR എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസണൻസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, ഇവരൊക്കെ ഏത് റേഞ്ചിലാണ്? മക്കളെ? ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇത് മൈക്രോവേവ് ആണ് അല്ലേ? ഇവിടെ ആകുമ്പോഴോ ഗാമ റേഡിയേഷൻ ആണ്. ആ ഒരു റേഞ്ചിലാണ് മോസബെയർ സ്പെക്ട്രോസ്കോപ്പി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായി ചോദ്യം ചോദിച്ചിരിക്കുന്നത്? നോക്കണേ, ഇവിടെ സ്പ്ലിറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ESR എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? കുറച്ച് കുട്ടികൾക്കൊന്നും ESR എന്താണെന്ന് അറിയത്തില്ല. എന്തിനാണ് ആക്ച്വലി ESR? അതായത് യെസ്, ESR എപ്പോഴാണ് ആക്റ്റീവ് ആകുക? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാകുമ്പോഴാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യെസ്, ഒരു പാരാമാഗ്നറ്റിക് സ്പീഷീസ്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും? ഒരു പാരാമാഗ്നറ്റിക് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ESR യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ EPR പറയുന്നത്. ഇത് ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? അൺപെയർഡ് ഇലക്ട്രോൺ വേണം, അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് സ്പീഷീസ്. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, H2 ESR ആക്റ്റീവ് ആണോ? അല്ല. ESR അല്ല, 2 ഇലക്ട്രോൺ ആണ്. ESR ആക്റ്റീവ് അല്ല. അതേസമയം H2+ഉം H2- എന്താണ്? ഓഫ് കോഴ്സ് ESR എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും.
കെമിക്കൽ ബോണ്ടിങ്ങിന് ഓർമ്മയുണ്ടോ? O2 പാരാമാഗ്നറ്റിക് അല്ലേ, ESR എന്താ ആക്റ്റീവ് ആയിരിക്കും. N2 പക്ഷേ എന്താ ESR ഇനാക്റ്റീവ് ആയിരിക്കും, കാരണം ഡയാമാഗ്നറ്റിക് ആണ്. സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കോളെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ദ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. ഈ സെലക്ഷൻ റൂളൊന്നും ബൈഹാർട്ട് പഠിക്കരുത്, എല്ലാത്തിലും ഉണ്ടാകും. NMRൽ ഉണ്ടാകും, അതേപോലെ IRൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ബൈഹാർട്ട് പഠിക്കരുത്. ESRൻ്റെ, കാരണം നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത് HS ഒക്കെ ആണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കും, മേ ബി ചോദിച്ചേക്കാം. പക്ഷേ HSSTക്ക് അങ്ങനെ ചെയ്യരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നോക്കിക്കോ, സിമ്പിളാണ്. അതായത് നമ്മുടെ സ്പിന്ന് അല്ലേ, MS എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ എന്തുണ്ടാവും, +1/2 അല്ലെങ്കിൽ -1/2. ഇത് നോക്കിക്കോളെ, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ, നോക്കിക്കോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ, ഇവിടെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ വരെ എന്താണ്, നമുക്ക് നോ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അങ്ങനെയാകുമ്പോൾ ഇവർക്ക് എന്തായിരിക്കും, ഡീജനറേറ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഇവർ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു ആര്, നമ്മുടെ ഇലക്ട്രോൺ സ്പിൻ. ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഡീജനറസി ലൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, യെസ് ഇങ്ങനെ വരും. MS എന്താകും, -1/2, MS എന്താകും, +1/2 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇതാണ് സംഭവം. ഇവർ ഡീജനറസി ലൂസ് ചെയ്യും. ഇനി ഇവർ ഒരു ന്യൂക്ലിയർ സ്പിന്നുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു. അടുത്തത് അതായത് നോക്കിക്കോളെ, ഇത് നമ്മുടെ ESR, അതായത് ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ഡീജനറസി ലൂസ് ചെയ്തു എപ്പോൾ, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ. ഇനി ഇവർ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയർ സ്പിന്നുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ന്യൂക്ലിയർ സ്പിൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചോളും, NMRൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ എന്താകും, എഗെയിൻ സ്പ്ലിറ്റിങ് നടക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സെലക്ഷൻ റൂൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കിക്കോ, ഇവിടെ ഇതാണ് സംഭവം, ഇതായിരുന്നു നമ്മുടെ ഡീജനറസി അല്ലേ. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, യെസ് MS is equal to -1/2 ആയിട്ടും MS is equal to +1/2 ആയിട്ടും ഇവർ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇൻ വിസിനിറ്റി ഓഫ് ന്യൂക്ലിയർ സ്പിൻ, ഇൻ വിസിനിറ്റി ഓഫ് ന്യൂക്ലിയർ സ്പിന്നിൻ്റെ കാര്യത്തിൽ ഇവിടെ എന്ത് നടക്കും, ഫർദർ സ്പ്ലിറ്റിംഗ് നടക്കും. ആ ഫർദർ സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എത്രയാണെന്നൊക്കെ. അപ്പോൾ ഇവിടെ നോക്കും, ഈ -1/2 എന്ത് ചെയ്യുന്നു, ഇതാ ഇങ്ങനെ സ്പ്ലിറ്റ് ആകുന്നു, എഗെയിൻ സ്പ്ലിറ്റ് ആകുന്നു. എങ്ങനെയാണ് സ്പ്ലിറ്റ് ആകുന്നത്, ഇത് ഇസ് ഈക്വൽ ടു ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ആകും, ഇവിടെയും ഇങ്ങനെ സ്പ്ലിറ്റ് ആകും, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതെന്തായിരിക്കും, ഇത് ഇതേപോലെ എഴുതിയാൽ മതി. MS is equal to ഇത് -1/2 ആണ്, ഇതും എന്താണ് -1/2 ആണ്. ദിസ് ഇസ് -1/2. ഇതെന്താ, MS is equal to +1/2, ഇതും MS is equal to +1/2. ഓക്കെ, ഇനി ഇവിടെ MIയുടെ കാര്യം മാത്രം നിങ്ങൾ MIയുടെ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഇസ് ആക്ച്വലി +1/2, ദിസ് ഇസ് -1/2, this is -1/2. okay, this is also what MI is equal to +1/2. അപ്പോൾ ഇവിടെയുള്ള അലൗഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നോക്കണേ മക്കളെ, അലൗഡ് ട്രാൻസിഷൻ, അതായത് ഇവിടെ ഞാനിപ്പോൾ ഹൈഡ്രജൻ്റെ കേസാണ് എടുക്കുന്നത്. ഓക്കെ, ഹൈഡ്രജൻ്റെ കേസ്. ഇവിടെയുള്ള അലൗഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതായിരിക്കും. ഇതാ ഒന്ന് ഇവിടെ ഉണ്ടാകും, അതേപോലെ ഒന്ന് ഇവിടെയും ഉണ്ടാകും. ഇവിടെ ഉള്ള അലൗഡ് ട്രാൻസിഷൻ എക്സ്പെരിമെൻ്റലാണ്. അലൗഡ് ട്രാൻസിഷൻ എത്ര എണ്ണ, അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എത്ര എണ്ണമായിരിക്കും, 2 എണ്ണമായിരിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ഷൻ റൂള് മനസ്സിലാകും. സെലക്ഷൻ റൂൾ നോക്കിയേ, സെലക്ഷൻ റൂൾ നോക്കിയേ, MS is equal to -1/2 to MS is equal to +1/2. അപ്പോൾ എത്രയുടെ ഡിഫറൻസാണ്, 1ൻ്റെ ഡിഫറൻസ്. അതായത് മക്കളെ ഡെൽറ്റ MS എന്ന് പറയുന്നത് +or-1 ആണ്. ഓക്കെ, ഇനി MI നോക്കിയേ, MI ഇത് +1/2 to +1/2 എത്രയാ, 0. ഇവിടെ നോക്കിയേ -1/2 to -1/2 എത്രയാ, 0. ഡെൽറ്റ MI is equal to what, 0.
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയോ? ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയോ? നോക്കിക്കോളെ, ഇതാ സെലക്ഷൻ റൂള്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ റൂൾ ആയി. ഇനി ഒന്നും ഓർത്ത് നമ്മളങ്ങനെ വൈഹാട്ടൊന്നും ചെയ്യണ്ട അല്ലേ. ഡെൽറ്റ എം എസ് ഈക്വൽ ടു +4 - -1 ഡെൽറ്റ എം ഐ എത്രയാണ്? 0. ഇത്രയേ ഉള്ളൂ. എം ഐ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സ്പിന്നാണ് അല്ലേ. ന്യൂക്ലിയർ ഐ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സ്പിന്നാണ്. ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിളാണ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇതാ ഇവിടെ ഡീജനറസി ഉണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡിൽ എന്തുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നു. എഗെയിൻ ഇവർ ഇൻ വിസിനിറ്റി ഓഫ് ന്യൂക്ലിയർ സ്പിൻ എഗെയിൻ സ്പ്ലിറ്റിംഗ് നടക്കുന്നു. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ്. -1/2. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ റൂള് പറയുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ. 9th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? 10th നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സെലക്ഷൻ റൂള്. 9th ഒന്ന് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിസ്റ്റഡ് ബിലോ ഹാസ് മോർ സ്പ്ലിറ്റിംഗ് ഇൻ ESR. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് എപ്പോഴും ഇതേപോലെ ഡയഗ്രം ഒക്കെ വരച്ചിട്ട് അലൗഡ് ട്രാൻസിഷൻ എത്രയൊക്കെ ആണെന്നൊക്കെ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ. എത്രയാണ്? നമ്പർ ഓഫ് സ്പ്ലിറ്റിംഗ് ഇസ് ഈക്വൽ ടു എന്താണ്? 2ni + 1. ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് n? നമ്പർ ഓഫ് ഇക്വിവാലൻ്റ് ന്യൂക്ലിയായി. നമ്പർ ഓഫ് ഇക്വിവാലൻ്റ് ന്യൂക്ലിയായി. ഐ എന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്പിന്നാണ്. ന്യൂക്ലിയർ സ്പിൻ. ആൻഡ് അഗെയിൻ ഇതൊക്കെ നമ്മൾ NMRൽ പഠിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഐ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ബൈ ഹാർട്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ. ബൈ ഹാൻഡി വരും നമുക്ക്. Feയുടെ എത്രയാണെന്നറിയോ? Fe 1/2 ആണ്. ഹൈഡ്രജൻ എത്രയാണ്? 1/2 ആണ്. നൈട്രജൻ 1 ആണ്. Mn എത്രയാണ്? 5/2 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് സ്പ്ലിറ്റിംഗ് എത്ര വരും? യെസ്, ഇതാ ഐ എത്രയാണ്? ഐ ഇവർക്ക് കൂടുതലാണ്. അപ്പോൾ എത്രയായിരിക്കും? 2 × n എത്രയാ? 1 അല്ലേ. ഓരോന്നാണ്. നമ്പർ ഓഫ് ഒരു ന്യൂക്ലിയൈ ആണ് അല്ലേ. അതെന്തായിരിക്കും? 5/2 + 1. അപ്പോൾ എന്ത് വരും? ഇതാ 6 ലൈൻസ്. ബാക്കിയൊന്നും വരത്തില്ല അല്ലേ. ബാക്കിയൊക്കെ Feയുടെ ഒക്കെ ആണെങ്കിൽ എത്രയായിരിക്കും ഇവിടെ പറഞ്ഞു? 2 × 1 × 1/2 + 1 എത്രയായിരിക്കും? 2. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇതും കിട്ടും. ഓപ്ഷൻ സി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഇനി ഇവിടെ ഡിഫറെൻ്റ് ന്യൂക്ലിയൈ ആണെങ്കിലോ? പറഞ്ഞാൽ മനസ്സിലായോ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിവിടെ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലോ? CH3 CH2 ഇങ്ങനെയാണെങ്കിലോ? ഇവിടെ എത്ര സ്പ്ലിറ്റിംഗ് ഉണ്ടാവും? ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് 2ni + 1. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇക്വിവാലൻ്റ് ന്യൂക്ലിയൈ ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഒരു ടൈപ്പാണ് ഉള്ളത്. ഇവിടെ 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ഹൈഡ്രജൻ ഹൈഡ്രജൻ. ആക്ച്വലി കാർബൺ എന്താണ്? I0 ആണ്. നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ ഇപ്പോൾ 2 ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? സിംപ്ലി ഇങ്ങനെ എടുത്താൽ മതി. 2n1i1 + 1 × 2n2i2 + 1 എന്നുള്ള രീതിയിൽ എടുക്കാം. ഇവിടെ എത്രയായിരിക്കും? ഇത് 3 എണ്ണമാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? 2 × 3. ഐ സെയിം തന്നെയാണ് അല്ലേ. 1/2 + 1. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? 2 × 2 × 1/2 + 1. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ഇവിടെ? പറഞ്ഞു. 3 + 1 4. ഇവിടെ എത്രയായിരിക്കും? യെസ് 3. 12 ലൈൻസ് ഉണ്ടാകും. ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഗെറ്റ്സ്. നമ്മൾ ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ക്ലാസ്സിലൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 10 ചോദ്യങ്ങൾ. വലിയ ആനക്കാര്യം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നില്ലേ? ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കാണുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത 90 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേപോലെ ചെയ്യും. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നില്ലേ നിങ്ങളോട് പറ്റുമെന്നൊക്കെ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. HSSTയുടെ സിമ്പിളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.